ഭവി മോനെ വാതിൽ തുറക്ക്. രാത്രി ദേവിയുടെ വിളി കേട്ടാണ് ഭവി ഉറക്കത്തിൽ നിന്നുണർന്നത്. വെപ്രാളത്തോടെയുള്ള അമ്മയുടെ ശബ്ദം കേട്ട് പെട്ടെന്ന് തന്നെ അവൻ വാതിൽ തുറന്നു. എന്താ അമ്മേ, എന്തു പറ്റി? അല്ല മോനെ, പുറത്ത് ആരോ ഉണ്ട്. ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടു. ഞാൻ പോയി നോക്കി, ജനൽ കൂടെ നോക്കിയിട്ട് ആരെയും കണ്ടില്ല. പക്ഷെ പിന്നെയും കോളിംഗ് ബെൽ മുഴങ്ങുന്നുണ്ടായിരുന്നു. അച്ഛൻ വാതിൽ തുറക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ തടഞ്ഞു നിന്നെ വിളിക്കാൻ വന്നതാ. എനിക്ക് പേടിയാവുന്നു. നീ ഫോണെടുത്ത് പോലീസിനെ വിളിക്ക്. ഈ അമ്മ ആരാ പുറത്ത് വന്ന് നോക്കാതെയാണോ പോലീസിനെ വിളിക്കുന്നത്? അമ്മ വാ, ഞാൻ നോക്കാലോ. കട്ടിൽ കിടന്ന് തൻ്റെ ബനിയൻ എടുത്തിട്ടുകൊണ്ട് ഉടുത്തിരുന്ന മുണ്ടൊന്ന് മടക്കി കുത്തിയവൻ സ്റ്റെപ്പിറങ്ങി. സോഫയിലിരിക്കുന്ന മനോഹരനെ ഒന്ന് നോക്കി അവൻ വാതിലിനടുത്ത് ചെന്നപ്പോഴേക്കും ഒന്നുകൂടെ ബെൽ മുഴങ്ങി. നെറ്റിച്ചുളിച്ചവൻ കർട്ടൻ നീക്കി ജനലിലൂടെ നോക്കി. പതിയെ അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി തെളിഞ്ഞു. അത് മറച്ചവൻ വാതിൽ തുറന്നു. പുറത്താരെയും കാണാതെ ചുറ്റും നോക്കി അവൻ തിരിഞ്ഞു ദേവിയെയും മനോഹരനെയും ഒന്ന് നോക്കി. എനിക്ക് തോന്നുന്നത് ഇത് കള്ളന്മാരാണെന്നാണ്. നമുക്ക് പോലീസിനെ വിളിക്കാം, അതാവും നല്ലത്. രാജേഷിനെ തന്നെ വിളിക്കാം. അവനാകുമ്പോൾ വീടും പരിസരവും വീട്ടിലുള്ള ആളുകളെയും ഒക്കെ നന്നായിട്ട് അറിയുകയും ചെയ്യാം. ഇനി ആരെങ്കിലും പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്നതാണേലും നല്ല ഇടിയും കൊടുക്കാം. അയ്യോ, ഭവി പറഞ്ഞു കഴിഞ്ഞ ഉടനെ ലോണിലെ ബെഞ്ചിന് പുറകിൽ നിന്നൊരു അയ്യോ എന്ന വിളി കേട്ട് ചിരിയോടെ അവൻ അങ്ങോട്ടേക്ക് നോക്കി. ദേവിയും അങ്ങോട്ടേക്ക് നോക്കി. ഇത് ഞാനാ, ബഷി. ചിരിച്ചുകൊണ്ട് കയറി വരുന്നവനെ കണ്ട് ദേവി സോഫയിലിരുന്ന മനോഹരനെ ചിരിയോടെ നോക്കിയ ശേഷം ഭവിയെയും. ചേട്ടനാണത്രേ, ചേട്ടൻ. ഇവിടെ എന്തു പറ്റിയാലും എന്തിനാ രാജേഷിനെ? എന്തോ എങ്ങനെ? അല്ല, രാജേഷ് സാറിനെ ഇങ്ങോട്ടേക്ക് വിളിക്കുന്നെന്ന് ചോദിക്കുമായിരുന്നു. സാറിന് ഒരുപാട് ജോലി ഉള്ളതല്ലേ? ഇത് ഭവിയേട്ടന് തന്നെ അങ്ങ് സോൾവ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലേ ഉള്ളൂ. ആരെങ്കിലും രാത്രി വന്ന് വാതിൽ മുട്ടിയാൽ പുറത്തിറങ്ങി ധൈര്യമായി നോക്കുക. എന്നിട്ട് കള്ളനാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് നോട്ട് ദ പോയിന്റ്, കള്ളൻ തന്നെയാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം നല്ല അടി കൊടുക്കുക. അല്ലാതെ ഇങ്ങനെ പേടിച്ച് രാജേഷ് സാറിനെ വിളിച്ച് ബുദ്ധിമുട്ടിക്കരുത്. അത് നീ പറഞ്ഞത് ശരിയാ. പക്ഷേ ഇനി രാത്രി കള്ളൻ വരുമ്പോൾ സ്വന്തം ബൈക്ക് വീട്ടിലുള്ളവർ കാണാതെ മാറ്റിവെക്കാനുള്ള സാമാന്യ ബുദ്ധിയെങ്കിലും കാണിക്കണം. ഗേറ്റിനുള്ളിലിരിക്കുന്ന തൻ്റെ ബൈക്ക് നോക്കി ഭവ്യ പറയുന്നത് കേട്ട് ഇളിച്ചുകൊണ്ട് ബഷി അമ്മയെയും ചേട്ടനെയും നോക്കി. ഇളിക്കാതെ പോയി കിടക്കാൻ നോക്ക്. നീ എന്താടാ വല്ല പ്രേതവുമാണോ? നിന്ന നിൽപ്പിൽ അപ്രതീക്ഷിതമായി പോവാൻ. കാണാതായ പിന്നെ വിവരമൊന്നുമില്ല, വിളിച്ചാലും കിട്ടില്ല. അറ്റ്ലീസ്റ്റ് പറഞ്ഞിട്ടെങ്കിലും പോകണം ഇനി. ഭവി പറഞ്ഞത് സത്യമാണ്. മനുഷ്യനെ ഇവിടെ ഇരുന്ന് തീ തിന്നുക തിരിച്ചു വരുന്നത് വരെ. എൻ്റെ പൊന്നു മമ്മി, പൊന്നു ബ്രോ, ഞാൻ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ. നാളെയും ആവാലോ സംസാരമൊക്കെ. ഇപ്പം എനിക്ക് വിശന്നിട്ട് വയ്യ. അതെന്താ, വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറിന് കാട്ടിലൊന്നും തിന്നാൻ കിട്ടിയില്ലേ? ശവത്തെ കുത്തല്ല ബ്രോ. ഇപ്പം പോയി കിടന്നുറങ്ങ്. ഇനി മുതൽ ഞാൻ ഇവിടുന്നേ നിങ്ങളോട് ആരോടും പറയാതെ പോവില്ല. ഇത് സത്യം സത്യം സത്യം. ഇത് പോരെ, ഇനി അകത്തേക്ക് കയറാലോ? ആ ചെല്ല്, അകത്തൊരു ഹിറ്റ്ലർ നിന്നെ നോക്കിയിരിക്കുന്നുണ്ടാവും. ഭവി. ദേവിയുടെ വിളിയേട്ട് കൈകൂപ്പി ചിരിച്ചുകൊണ്ട് അവൻ ബഷിയെയും കൊണ്ട് അകത്തേക്ക് കയറി. എല്ലാം എടുത്തു വെച്ചല്ലോ അല്ലേ ഏട്ടത്തി? ആ, എല്ലാം പാക്ക് ചെയ്തു. ദാ ഇതൊക്കെ ഒന്ന് കാറിലേക്ക് വെക്കണം. പിന്നെ മോളുടെ മുടിയൊന്ന് കെട്ടിയാൽ കൂടി മതി. ഞങ്ങൾ റെഡിയാണ്. ധൃതി വേണ്ട, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ഡോക്ടർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞേ പോവാൻ പറ്റത്തുള്ളൂ. അല്ല, ഏട്ടനെവിടെ? പുറത്തുണ്ടല്ലോ. ഒരു ഫോൺ വന്നപ്പോൾ പുറത്തേക്ക് പോയതാ. മോൾക്കിപ്പോൾ വേദന കുറവുണ്ടല്ലോ അല്ലേ? ഇനി വാശിയൊന്നും കാണിക്കാതെ അമ്മ പറയുന്നത് കേട്ട് നല്ല മോളായിട്ടിരിക്കണം കേട്ടോ. ജയൻ കൊഞ്ചിച്ച് പറയുന്നത് അതിനനുസരണയോടെ ചിരിച്ചുകൊണ്ട് തലയാട്ടുകയും ചെയ്യുന്ന ഗീതുവിനെ അത്ഭുതത്തോടെ നോക്കുകയാണ് നിമ്മി. എല്ലാം റെഡിയാക്കിയോ? ഡോക്ടർ ഇപ്പോൾ വരും, എന്നിട്ട് നമുക്ക് വേഗം ഇറങ്ങാം. ആഹാ, മോള് റെഡിയായില്ലേ? എന്താ ഇത് നിമ്മി, ഒന്ന് വേഗം നിന്റെ മോളിനെ റെഡിയാക്ക്. ഇനി വീട്ടിൽ ചെന്നിട്ട് നമുക്ക് ഒരുപാട് ജോലി ഉള്ളതാ. ഈ ഏട്ടനിതെന്താ? ഡോക്ടർ വന്ന് ചെക്ക് ചെയ്തിട്ടൊക്കെയാ നമ്മളെ വിടുള്ളൂ. അപ്പോഴേക്കും മോളും റെഡിയായിക്കൊള്ളും. അല്ല, വീട്ടിൽ ചെന്നിട്ട് എന്താ ഇത്ര പണിയുള്ളത്? പണിയുണ്ടടാ. വീടൊക്കെ ഒന്ന് വൃത്തിയാക്കണം, ഒന്ന് ഷോപ്പിങ്ങിന് പോകണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ജയറാം പറയുന്നത് കേട്ട് നിമ്മിയും ജയനും പരസ്പരം നോക്കി. നിങ്ങൾ രണ്ടാൾക്ക് മനസ്സിലായില്ലല്ലേ? ഗീതു നിമ്മിയോടും ജയനോടും ചിരിച്ചുകൊണ്ട് ചോദിച്ചു. നരനെങ്കിൽ വരുന്നുണ്ടാവും വീട്ടിലേക്ക്. ഡാഡിയുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, അതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ആവും ഇത്. കണ്ടോ, എൻ്റെ മോൾക്ക് കൃത്യമായി മനസ്സിലായി. നിനക്കൊന്നും പിടികിട്ടിയില്ലല്ലോ, ഡാഡിയുടെ പൊന്നുമോളാ. അത് പറഞ്ഞ് ജയറാം ഗീതുവിനെ ചേർത്ത് പിടിച്ചു. അങ്ങനെ ഏട്ടൻ്റെ മാത്രം പൊന്നുമോളല്ല, ഞങ്ങളുടെയും കൂടിയാ അല്ലേ ഏട്ടത്തി? പിന്നല്ലാതെ. ഓ, അമ്മയ്ക്കും ചെറിയച്ഛനും കുശുമ്പ്.
ജയറാം പറഞ്ഞത് കേട്ട് ഗീതു അവൾ അറിയാതെ പോലും പൊട്ടിച്ചിരിച്ചു പോയിരുന്നു. പക്ഷെ എന്തോർത്തുന്ന പോലെ അവൾ വേഗത്തിൽ സൈലന്റായി. അവരുടെ സന്തോഷങ്ങളൊക്കെയും തൻ്റേതും കൂടി ആവുകയാണെന്ന് അവളുടെ മനസ്സ് പറഞ്ഞെങ്കിലും ബുദ്ധി അതിനെ എതിർത്തുകൊണ്ടേയിരുന്നിരുന്നു. ആ നിമിഷം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടെന്താ കീത്തുമോളെ ഞങ്ങളോട് ആരോടൊന്നും പറയാതിരുന്നത്? ഇത് കാരണമാണോ ഇനി ആ ട്യൂഷൻ ക്ലാസ്സിൽ പോകുന്നില്ലെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നത്? ചോദിച്ചതല്ലേ ഞാൻ എന്താ പ്രശ്നമെന്ന്. അപ്പോൾ ഒന്നുമില്ല, പഠിപ്പിക്കുന്നത് മനസ്സിലാവുന്നില്ലെന്ന് പറഞ്ഞു. അന്നേ കാര്യം പറഞ്ഞിരുന്നെങ്കിൽ അങ്ങോട്ട് വന്ന് 2 പൊട്ടിക്കായിരുന്നല്ലോ അയാൾക്കിട്ട്. എൻ്റെ രാധു, നീ കുഞ്ഞിനോട് ദേഷ്യപ്പെടാതെ. അവൾ എന്തു തെറ്റ് ചെയ്തു? അവൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ടെൻഷനായിട്ടുണ്ടാവും. അതാവും ആരോടൊന്നും മിണ്ടാത്തത്. ഇപ്പം നമുക്ക് എന്താ ചെയ്യാൻ കഴിയുക എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. രാധുവിനെ സമാധാനിപ്പിച്ചുകൊണ്ട് വാസു എല്ലാവരോടുമായി പറഞ്ഞു. അതേ വാസു, ഇനി നെക്സ്റ്റ് എന്താ ചെയ്യാൻ പറ്റുക എന്ന് നോക്കാം നമുക്ക്. അല്ലെങ്കിൽ തന്നെ നമ്മൾ ഇതിലെന്താ ചെയ്യേണ്ടത്? ദേ നിരന്നിരിക്കുവല്ലേ തടിമാരന്മാരായ 4 ആങ്ങളമാര്, അവന്മാർ ചെയ്യട്ടെ. ആനന്ദ് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും നോക്കി. 2 പോലീസാണ്. നിയമത്തിൻ്റെ വഴിയെ പോകാനാണെങ്കിൽ അവന് നല്ല ശിക്ഷ കിട്ടണമെന്ന് മാത്രം. ഇനി വല്ല കൊട്ടേഷൻ കൊടുക്കാനാണെങ്കിൽ മനു നമ്മുടെ ടെക്സ്റ്റൈൽസിലുള്ള പിള്ളേരോടൊന്ന് തിരക്കി നോക്കിയാൽ നല്ല ടീമിനെ കിട്ടും. അവന്മാരുടെ അടുത്ത് പെരുമാറിക്കോളും. അതോടെ അവൻ്റെ സൂക്കേട് മാറിക്കിട്ടും. മഹി ദേഷ്യത്തോടെ പറഞ്ഞു. തല്ലാനാണെങ്കിൽ പുറത്തുനിന്ന് ആളെന്തിനാ, ഞങ്ങൾ തന്നെ മതി വല്യച്ച. പക്ഷേ അങ്ങനെയല്ല, അവൻ്റെ വീട്ടുകാരും നാട്ടുകാരുമൊക്കെ അറിയണം. ഇങ്ങനെയുള്ള ഒരുത്തൻ ഇനി ഒരിക്കലും കുഞ്ഞുങ്ങൾക്ക് വിദ്യ പറഞ്ഞു കൊടുക്കാൻ അർഹനല്ല. അതുകൊണ്ട് തന്നെ അവൻ്റെ ആ സ്ഥാനം ആദ്യം കളയണം. പിന്നീട് അവനെ ലോക്ക് ചെയ്യണം. അതിന് നിയമം തന്നെയാണ് നല്ലത്. ഒരു അധ്യാപകനായി ജോലി ചെയ്തുകൊണ്ട് അവൻ ചെയ്തത് അത്ര വലിയ തെറ്റാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നിയമത്തിൻ്റെ വഴിയെ നമ്മൾ മൂവ് ചെയ്തേ പറ്റൂ. പിന്നെ അവന് കൊടുക്കാനുള്ളത് അത് സിദ്ധുവും ചിത്തുവും കൂടി ആവശ്യത്തിന് അധികം കൊടുത്തോളൂ. അതിലൊന്നൊരു കുറവും വരത്തില്ല. അല്ലേടാ പോലീസുകാരെ? മനു പറഞ്ഞുകൊണ്ട് സിദ്ധുവിൻ്റെയും ചിത്തുവിൻ്റെയും തോളിൽ തട്ടി. നീ ആ പറഞ്ഞത് നേരാ മനു. മാതാപിതാ ഗുരു ദൈവമെന്നല്ലേ നമ്മൾ പഠിച്ചിരിക്കുന്നത്. അമ്മയ്ക്കും അച്ഛനും ശേഷം ദൈവത്തിന് മുൻപേ സ്നേഹിക്കേണ്ടതും ബഹുമാനിക്കേണ്ടതും ഗുരുവിനെയാണ്. വിദ്യ പറഞ്ഞു തരേണ്ട നേർവഴിക്ക് നയിക്കേണ്ട അതേ ഗുരുവിൽ നിന്ന് ഒരു മോശ അനുഭവം നേരിടേണ്ടി വന്നത് വിഷമം തന്നെയാണ്. പക്ഷെ എന്നയാൾ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തോ അന്നു മുതൽ അവനൊരു അധ്യാപകനായിരിക്കാനുള്ള അർഹത നഷ്ടപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി അവനുള്ള ശിക്ഷയുടെ ടൈമാണ്. ഇനി ഒരുത്തനും ഇങ്ങനെ ഒരു കാര്യത്തിന് മുതിരാത്ത രീതിയിൽ തന്നെ വേണം അവനെ പൂട്ടാൻ. അതെന്തായാലും ഞങ്ങൾക്ക് വിട്ടേക്ക്. കീത്തുമോളുടെ പേര് പുറത്തു വരാതെ അയാൾക്ക് മാക്സിമം ശിക്ഷ വാങ്ങിക്കൊടുക്കാനേ ഞങ്ങൾക്ക് കഴിയും. ഇത് പറയുന്നത് IPS ഓഫീസർ സിദ്ധാർത്ഥാണ്. നിയമം അനുശാസിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ എത്രയും പെട്ടെന്ന് തന്നെ അവന് കിട്ടിയിരിക്കും. സിദ്ധുവിൻ്റെ ആത്മവിശ്വാസം കണ്ട് അഭിമാനം തോന്നുകയായിരുന്നു ബാക്കി എല്ലാവർക്കും. ഭവി, കാലത്തെ തന്നെ അമ്മയുടെ വിളി കേട്ടാണ് ഭവി താഴേക്ക് ചെന്നത്. എന്താമ്മേ, എനിക്ക് കുറച്ച് വർക്കുണ്ടായിരുന്നു. എന്താമ്മ വിളിച്ചത്? അതൊന്നുമല്ല, എനിക്കും അച്ഛനും നിങ്ങളോട് 2 ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വിളിച്ചത്. നീ അവിടെ ഇരുന്നേ ആദ്യം. സോഫയിലിരിക്കുന്ന ബഷിക്ക് നേരെ കൈ ചൂണ്ടിയാണ് ദേവി പറഞ്ഞത്. പറഞ്ഞുകൊണ്ട് തന്നെ അവർ മനോഹരനടുത്തേക്ക് ഇരുന്നു. വേഗം പറയ, എനിക്കൊന്ന് ഓഫീസ് വരെ പോകണം. ഇന്നൊരു ക്ലയൻറ്റ് മീറ്റിംഗ് ഉണ്ട്. മനോഹർ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഭവയ്ക്ക് വലിയ താല്പര്യമുണ്ടായിരുന്നില്ല അവിടെ ഇരിക്കാൻ. എനിക്കൊന്ന് ഓഫീസിൽ പോകണം അമ്മ. കുറേ ദിവസമായില്ലേ അങ്ങോട്ട് കയറിയിട്ട്. കുടുംബത്തിൻ്റെ സ്വന്തം കമ്പനിയാണെന്ന് പറഞ്ഞാലും മാസം അവിടുന്ന് കിട്ടുന്ന സാലറി കൊണ്ട് വേണം നമുക്ക് കഴിയാൻ. എടുക്കുന്ന ലീവിനൊക്കെ കണക്ക് പറയേണ്ടി വരും അല്ലേ ഏട്ടാ? അതെ, ആരുടെ കമ്പനിയാണെന്ന് പറഞ്ഞാലും നിനക്കും എനിക്കും ചെയ്യുന്ന ജോലിക്കുള്ള ശമ്പളം കൃത്യമായി അക്കൗണ്ടിൽ എത്തുന്നുണ്ടല്ലോ. അല്ലാതെ കുടുംബത്തിൻ്റെ തന്നെ കമ്പനിയാണെന്ന് പറഞ്ഞ് അതിൻ്റെ ലാഭവീതം മുഴുവൻ വേണമെന്ന് പറഞ്ഞ നടക്കില്ല ബഷി. ഈ ഒരു കാര്യത്തിലാണ് നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുള്ളതെന്ന് നിനക്കറിയാലോ. പലതവണ നമ്മൾ ഇതൊക്കെ സംസാരിച്ചിട്ടുള്ളതുമാണ്. ഇതിൻ്റെയൊക്കെ ഉടമസ്ഥൻ മഹാദേവ നാരായണൻ എന്ന നമ്മുടെ അച്ഛൻ എന്താണോ പറയുന്നത് അതുപോലെ നടക്കുള്ളൂ. ഈ പ്രായത്തിലും അദ്ദേഹം തന്നെയാണ് കമ്പനി കാര്യങ്ങൾ ഒക്കെ മാനേജ് ചെയ്യുന്നത്. അതാണ് ആത്മാർത്ഥത എന്ന് പറയുന്നത്. മനസ്സിലായോ? എൻ്റെ പൊന്നേട്ടാ, ഞാൻ ചുമ്മാ ഒന്ന് പറഞ്ഞു പോയതാ, അത് വിട്ടേക്ക്. അമ്മ പറയുന്നതാണെന്ന് വെച്ചാ ഭവിയോട് പറഞ്ഞുകൊണ്ട് ബഷി ദേവിക്ക് നേരെ തിരിഞ്ഞു. 2 പേരും ഓരോന്ന് പറഞ്ഞ് തർക്കിക്കാനല്ല വിളിച്ചു വരുത്തിയത്. അച്ഛൻ വരാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ടല്ലോ ഭവി. കൂടിയാൽ ഒരാഴ്ച അതിനുള്ളിൽ വരുമെന്നാണ് പറഞ്ഞത്. അച്ഛനല്ല, ശങ്കരേട്ടനാണ് വിളിച്ചത്. ശങ്കരേട്ടൻ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിരുന്നു. അതേക്കുറിച്ച് സംസാരിക്കാനാണ് 2 ഇവിടെ ഇപ്പോൾ വിളിപ്പിച്ചത്. ഏട്ടൻ സംസാരിച്ച ഭവി എഴുന്നേറ്റ് പോകുമോ എന്ന് കരുതിയാണ്
ഞാൻ പറയുന്നത്. ദേവി പറഞ്ഞുകൊണ്ട് സങ്കടത്തോടെ മനോഹരനെ നോക്കി. എനിക്ക് പ്രശ്നമൊന്നുമില്ല. പറയാനുള്ളത് ആര് പറഞ്ഞാലും കേൾക്കേണ്ട കാര്യമാണെങ്കിൽ കേൾക്കും. ഭവ്യ ആരുടെയും മുഖത്ത് നോക്കാതെയാണ് പറഞ്ഞതെങ്കിലും താൻ പറയുന്നത് കേൾക്കാനെങ്കിലും തൻ്റെ മകൻ്റെ മനസ്സ് കാണിച്ചല്ലോ എന്ന് കരുതി അയാൾക്ക് സന്തോഷം തോന്നി. ഭവി മോനെ, എന്നോട് എന്താണ് ഇത്ര ശത്രുത എന്നറിയില്ല. ഒരു തവണ ഞാൻ പറഞ്ഞു കേൾക്കേണ്ട കാര്യങ്ങൾ മാത്രം എന്നോട് പറയാവൂ എന്ന് മനോഹർ പറഞ്ഞു തുടങ്ങിയപ്പോഴേ ഭവി ശബ്ദമുയർത്തിയിരുന്നു. അത് കേട്ടതും പക്ഷേ അസ്വസ്ഥതയോടെ നെറ്റി തടവി. അച്ഛ, കാര്യം പറയുക. നമുക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുന്നത് ഏട്ടന് മാത്രമല്ല കേൾക്കുന്നവർക്ക് ഇറിറ്റേഷനാണ്. ഏട്ടനും അച്ഛനും ഇടയിലുള്ള പ്രശ്നം എന്താണെന്നും അതൊരു തെറ്റിദ്ധാരണയാണെന്നുമൊക്കെ നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അത് മാറും വരെ വെയിറ്റ് ചെയ്യുക എന്നതേ ഉള്ളൂ അച്ഛന് ചെയ്യാനുള്ളത്. അല്ലാതെ ഇടയ്ക്കിടെ ഇങ്ങനെയുള്ള കോൺവെർസേഷൻ ആകൽച്ച കൂട്ടാൻ മാത്രമേ ഉപകരിക്കൂ. ശങ്കരേട്ടൻ എന്തോ പറഞ്ഞിട്ടുണ്ടെന്നല്ലേ അമ്മ പറഞ്ഞത്? അതെന്താ കാര്യം? ശരിയാണ്. നിങ്ങളൊക്കെ വളർന്നു. നിങ്ങൾക്കൊക്കെ തീരുമാനങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ ഉണ്ട്. ആരോടൊക്കെ സംസാരിക്കണമെന്നും ആരോടൊക്കെ സ്നേഹിക്കണമെന്നും തീരുമാനിക്കാനുള്ള പക്വത എൻ്റെ മക്കൾക്കുണ്ട്. ഇപ്പോൾ അത് ഈ അച്ഛൻ മനസ്സിലാക്കുന്നു. ഇനി അതേക്കുറിച്ച് പറഞ്ഞ് അച്ഛൻ മക്കളെ ഇറിറ്റേറ്റ് ചെയ്യുന്നില്ല. അത്രയും പറഞ്ഞ് മനോഹർ നിറഞ്ഞു വന്ന കണ്ണു തുടച്ചു. വിഷമിക്കല്ലേ ഏട്ടാ, ഇതൊക്കെ പ്രതീക്ഷിച്ച് തന്നെയാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. പിന്നെന്താ, നമ്മുടെ മക്കൾ രണ്ടാളും ഒരുപാട് വളർന്നു. അവരെ ഇങ്ങനെയൊക്കെ ആക്കിയെടുക്കാൻ ഒരുപാട് തോറ്റിട്ടുള്ളതാണ് നമ്മൾ. അതുകൊണ്ട് ഇനിയും അവർക്ക് മുൻപിൽ ഏട്ടൻ തോൽക്കണ്ട. ആരും തോൽക്കേണ്ട. ഞാൻ പൊയ്ക്കോട്ടെ അമ്മേ. നിനക്കെന്താ ഭവി ഇത്രയും ദേഷ്യം? ദേവി ദേഷ്യത്തോടെ ചോദിച്ചതും ഭവി ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റ് സ്റ്റെയറിനടുത്തേക്ക് നടന്നു. അച്ഛൻ പെങ്ങൾ വരുന്നുണ്ടെന്ന്. അത് കേട്ടതും ഭവിയുടെ കാലുകൾ നിശ്ചലമായി. അവൻ നെറ്റിച്ചുളിച്ച് അമ്മയെ നോക്കി. എന്താ അമ്മ പറഞ്ഞത്? കേട്ടില്ലേ ഞാൻ പറഞ്ഞത്? മാണിക്യമംഗലത്ത് മനോഹർ മഹാദേവന്റെയും ആനന്ദ് മഹാദേവന്റെയും ഒരേ ഒരു പെങ്ങൾ ശോഭ മഹാദേവ് തറവാട്ടിലേക്ക് തിരികെ വരുന്നത്രേ. അവൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അത്രേ അച്ഛന്. ശങ്കരേട്ടനും അച്ഛനും എത്തുമ്പോൾ തന്നെ അവരെത്തുമെന്ന്. എന്തിന്? അപ്പൊ അച്ഛന് എതിർപ്പൊന്നുമില്ലേ? അറിയില്ല. ശോഭ എത്തുമ്പോൾ ആനന്ദും കുടുംബവും ഇവിടെ ഉണ്ടാവണം. ഒന്ന് മൂളി തിരികെ നടന്ന ഭവി മനോഹർ പറയുന്നത് കേട്ട് പിടിച്ചു കെട്ടിയതുപോലെ അവിടെ നിന്നു. വിശ്വാസം വരാതെ മനോഹരനെ നോക്കി. അവൻ്റെ കണ്ണിൽ നിന്നൊരു തുള്ളി കണ്ണുനീർ അപ്പോഴേക്കും താഴെ വീണ് ചിതറിയിരുന്നു. നിങ്ങൾക്ക് മതിയായില്ല അല്ലേ? ഇനിയും അവരെ സ്നേഹം നടിച്ചു വിളിച്ചിട്ട് പാതി വഴിയിൽ വെച്ച് അവസാനിപ്പിക്കാനുള്ള പ്ലാനാണോ? അന്നും ഇന്നും ഞാൻ പറയുന്നു, രുദ്രയ്ക്കോ അവളുടെ കുടുംബത്തിനോ എന്തെങ്കിലും സംഭവിച്ച എതിരെ നിൽക്കുന്നവൻ ആരാണെങ്കിലും കൊന്നു കളയും ഞാൻ. ഭവി പറഞ്ഞു കഴിഞ്ഞതും ദേവി അവനിട്ടൊരു അടി കൊടുത്തതും ഒരുമിച്ചായിരുന്നു. അമ്മേ! ബഷി വന്ന് ദേവിയെ പിടിച്ചു മാറ്റി. പിന്നെന്താ ഞാൻ ചെയ്യേണ്ടത്? സ്വന്തം അച്ഛനോട് പറയുന്നത് കേട്ടില്ലേ, കൊന്നു കളയുമെന്ന്. എങ്കിൽ നീ ആദ്യം എന്നെ കൊന്നു കളയ. അതാണ് ചെയ്യേണ്ടത്. എത്ര തവണ പറഞ്ഞു കൊടുക്കണം ഏട്ടനല്ല അത് ചെയ്തതെന്ന്? എന്താ മോനെ നിനക്ക് അത് മനസ്സിലാവാത്തത്? നിങ്ങളുടെ അച്ഛനല്ലടാ അത് ചെയ്തത്. മറ്റാരെങ്കിലും ആയിരിക്കും. അല്ലെങ്കിൽ സ്വാഭാവികമായി സംഭവിച്ചൊരു കാര്യമായിരിക്കാം. അതിനെന്തിനാ നീ ഇങ്ങനെ അച്ഛനോട് ശത്രുത കാണിക്കുന്നേ? അമ്മ എന്തിനാ എപ്പോഴും ഇങ്ങനെ ന്യായീകരിക്കുന്നേ? ഇപ്പം ചെയ്തിട്ടില്ലായിരിക്കാം, പക്ഷേ പണ്ട് ചെയ്തതൊക്കെ. അവരിവിടുന്ന് പോവാൻ കാരണം ആരാണ്? ഇത്രയും വർഷം രുദ്രയെ ഇവിടുന്ന് അകറ്റി നിർത്താൻ കാരണം ആരാണ്? അങ്ങനെയുള്ള ഒരാളോട് ക്ഷമിക്കാൻ എനിക്ക് കഴിയില്ല അമ്മ. അത്രയും പറഞ്ഞ് അകത്തേക്ക് പോകുന്നവനെ ആ അച്ഛനും അമ്മയും വേദനയോടെ നോക്കി. ഓ, ഇപ്പോഴാണൊരു സമാധാനമായത്. എത്ര നല്ല ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞാലും എത്ര സൗകര്യങ്ങളുണ്ടെന്ന് പറഞ്ഞാലും ഹോസ്പിറ്റൽ നിൽക്കുന്നത് ഒരു ബുദ്ധിമുട്ട് തന്നെയാണല്ലോ ഡാഡി. ഡിസ്ചാർജായി വീട്ടിലെത്തി തൻ്റെ മുറിയിൽ ജയറാമുമായി സംസാരിക്കുകയാണ് ഗീതു. നമുക്കെപ്പോഴും നമ്മുടെ വീടല്ലേ കംഫർട്ടബിൾ. അതാ അങ്ങനെ തോന്നുന്നേ. അല്ല, ഈ ജനലൊക്കെ എന്താ തുറന്നിട്ടേക്കുന്നത്? ഞാനല്ല, അതൊക്കെ മിസ്സസ് ജയറാമിൻ്റെ പണിയാണ്. കാറ്റും വെളിച്ചവും കയറട്ടെന്ന് പറഞ്ഞ് ജനലൊക്കെ തുറന്നിട്ടു. ബാൽക്കണിയിലേക്കുള്ള വാതിലും തുറന്നു. കണ്ടോ? ഞാൻ അടക്കാം മോളെ. അത് പറഞ്ഞ് ജയറാം എഴുന്നേറ്റതും ഗീതു അയാളെ തടഞ്ഞു. ലൈറ്റുകൾക്കൊന്നും തരാൻ പറ്റാത്തൊരു വെളിച്ചം ഇപ്പോൾ ഈ മുറിയിലുണ്ട്. അതുകൊണ്ട് ജനലും വാതിലുമൊക്കെ തുറന്നു തന്നെ കിടക്കട്ടെ. ഗീതു പറഞ്ഞപ്പോൾ ജയറാം അവൾക്കടുത്ത് തന്നെ തിരികെ വന്നിരുന്നു. ഇത് ഞങ്ങളുടെ ഗീതുമോള് തന്നെയാണോ ആവോ? ചോദിച്ചുകൊണ്ട് ജയൻ അകത്തേക്ക് കയറി വന്നു. അയാളുടെ പുറകെ തന്നെ ഗീതുവിനുള്ള ആഹാരവുമായി നെമ്മിയും. എന്ത് ചെറിയച്ഛൻ പറഞ്ഞേ? അല്ല, സാധാരണ എൻ്റെ റൂമിലെ കർട്ടൻ മാറ്റിയിടരുത്, ജനൽ തുറക്കരുത്, വാതിൽ തൊട്ട് പോവരുത് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കിടന്ന് ഒച്ചയുണ്ടാക്കുന്ന ആള് തന്നെയാണോ ഇതെന്ന് തിരക്കിയതാ. പോടാ അവിടുന്ന്, കൊച്ചിനെ കളിയാക്കാതെ, ജയറാം പറഞ്ഞുകൊണ്ട് ജയന്റെ ചെവിയിൽ പിടിച്ചു.
ദാ ഇതങ്ങ് കഴിച്ചേ, എന്നിട്ട് മരുന്ന് കഴിക്കാനുള്ളതാ, ഇപ്പോൾ തന്നെ സമയം പോയി. നിമ്മി പ്ലേറ്റ് ഗീതുവിന് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. ഇതെന്താ? ഇത് ബ്രെഡ് ടോസ്റ്റ്, മോൾക്ക് ഇഷ്ടമല്ലേ? ഇവിടെ ഇതാണോ എല്ലാവർക്കും കഴിക്കാനുണ്ടാക്കിയത്? നിങ്ങളൊക്കെ ഇത് കഴിക്കുമോ അതിന്? ഇല്ല, മോൾക്കിതല്ലേ ഇഷ്ടം, അതുകൊണ്ടാണ് ഇതുണ്ടാക്കി കൊണ്ടുവന്നത്. ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കടലയുമാണ്. ആഹാ, എന്നിട്ടാണോ? മുൻപ് എപ്പോഴോ കഴിച്ചതാണ്. കുറച്ച് എനിക്ക് കൂടെ തരുമോ? എനിക്ക് ബ്രെഡൊന്നും വേണ്ട. ഗീതു അത് പറഞ്ഞപ്പോൾ അത്ഭുതത്തോടെ നോക്കുകയായിരുന്നു നിമ്മി. ചെല്ല് നിമ്മി, മോള് ചോദിച്ചത് കേട്ടില്ലേ? നിന്റെ സ്പെഷ്യൽ വറുത്തരച്ച കടലക്കറിയും നല്ല ചൂട് പുട്ടും കൊണ്ടുകൊടുക്കേ. ജയറാം അത് പറഞ്ഞതും ചിരിയോടെ അടുക്കളയിലേക്ക് ഓടുകയായിരുന്നു നിമ്മി. ജയറാമേട്ടോ, നിന്റെ കണ്ണുകളെ എനിക്ക് വിശ്വസിക്കാമല്ലോ അല്ലേ? എൻ്റെ കാതുകളെ എനിക്ക് വിശ്വസിക്കാമോ? ഇതെൻ്റെ ഗീതുമോള് തന്നെയാണോ? എടി കള്ളി, അപ്പം നിനക്ക് വീട്ടിലുണ്ടാക്കുന്നതൊക്കെ കഴിക്കാനൊക്കെ ഇഷ്ടമാണല്ലേ? ഇത്രയും പറഞ്ഞെന്നെ കളിയാക്കിയ സ്തുതിക്ക് ദാ ഈ ബ്രെഡ് ടോസ്റ്റ് കഴിച്ചാൽ മതി ചെറിയച്ഛൻ. ദേ ഡാഡി അനിയനോടുള്ള സ്നേഹം കൊണ്ട് ചെറിയച്ഛന് പുട്ടും കടലയും കൊടുക്കേണ്ട കേട്ടോ. തന്നെ കളിയാക്കി കൊണ്ടുവന്ന ജയനെ നോക്കി ബെഡിൻ്റെ പ്ലേറ്റ് നീട്ടിക്കൊണ്ട് ഗീതു പറഞ്ഞത്. അത് മാത്രം പറയില്ല മോളി, എനിക്ക് ഏട്ടത്തിയുടെ കൈ കൊണ്ടുണ്ടാക്കിയത് എന്തേലും കഴിച്ചില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല. അതുകൊണ്ട് ചെറിയച്ഛൻ കഴിക്കും കേട്ടോ. എനിക്ക് ഉണക്ക ബ്രെഡൊന്നും പറ്റില്ല. ഇത് വേണമെങ്കിൽ ഏട്ടത്തിക്ക് കൊടുത്തോ. എന്നും നീ കഴിച്ച് ബാക്കി വെക്കുന്ന ഈ ബ്രെഡല്ലേ കഴിക്കാരൻ്റെ മോള് വയറ് നിറച്ച് കഴിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ്. അപ്പോൾ ഏട്ടത്തിക്ക് ഇത് ശീലമായിരിക്കും, അങ്ങോട്ട് കൊടുത്തോ. അകത്തേക്ക് കയറി വന്ന നിമ്മിയെ ചൂണ്ടി ജയൻ പറഞ്ഞപ്പോൾ നിമ്മി പുഞ്ചിരിയോടെ പ്ലേറ്റ് ടീപ്പോയിലേക്ക് വെച്ചു. അതെന്തിനാ വേറെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ കഴിച്ചു വെച്ച ബാക്കി കഴിക്കുന്നത്? എൻ്റെ വയറു നിറയാത്തതിന് നിങ്ങളെന്തിനെ പട്ടിണിക്ക് ഇരിക്കുന്നേ? ദേഷ്യപ്പെട്ട് ചോദിക്കുന്ന ഗീതുവിനെ കാണെ ഭയത്തോടെ നിമ്മി ജയറാമിനെ നോക്കി. എന്താ മോളെ നീ ഇങ്ങനെ പെട്ടെന്ന്? എന്തു പറ്റി എൻ്റെ മോൾക്ക്? സ്നേഹമുള്ളത് കൊണ്ടല്ലേ നിമ്മി? ദേഷ്യത്തോടെ നോക്കുന്ന ഗീതുവിനെ ജയറാം പതിയെ സമാധാനിപ്പിക്കാൻ നോക്കി. സ്നേഹമുണ്ടോ എന്നോട്? പിന്നെന്താ എൻ്റെ ഇഷ്ടങ്ങളൊന്നും നടത്തി തരാതെ എന്നെ ഇവിടെ പൂട്ടിയിടാൻ നോക്കിയത്? ഇങ്ങനെയൊക്കെ എന്നെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ ഇത്രയും നാൾ ഇവരെ വേദനിപ്പിച്ചതിനും കരയിപ്പിച്ചതിനുമൊക്കെ എനിക്കെന്നോട് തന്നെ ദേഷ്യം തോന്നുക. അപ്പം ശരിക്കെന്നോട് സ്നേഹമുള്ളത് കൊണ്ടാണോ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? നിറഞ്ഞൊഴുകിയ കണ്ണ് രണ്ടും കൈകൊണ്ട് അമർത്തി തുടച്ചു ഗീതു. പക്ഷെ മനസ്സിൽ ചിരിക്കുകയായിരുന്നു അവൾ. തൻ്റെ അഭിനയം ഏൽക്കുന്നുണ്ടല്ലോ എന്ന സമാധാനത്തിൽ. ഗീതു മോളെ മതി, നിർത്ത്. എന്തിനെങ്ങനെയൊക്കെ പറയുന്നേ? പറഞ്ഞതൊക്കെ മറന്നോ? ജയൻ ചോദിച്ചുകൊണ്ട് ഗീതുവിൻ്റെ തോളിൽ തട്ടി. പിന്നെ ഞാനെന്താ പറയേണ്ടത്? ഹോസ്പിറ്റലിൽ നിന്നപ്പോഴും ഇവിടെ വന്നപ്പോഴുമെല്ലാം രണ്ടാളും കൂടി നിമ്മി പുരാണം പറയുന്നുണ്ടായിരുന്നല്ലോ. അപ്പോഴൊക്കെ ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് വേദനിക്കുന്നുണ്ടായിരുന്നു. ഇത്രയും നല്ലൊരമ്മയെയാണോ അകറ്റി നിർത്തിയതെന്ന് ചിന്തിക്കുകയായിരുന്നു ഞാൻ. അപ്പോൾ എനിക്കറിയണ്ടേ ഇത്രയും സ്നേഹനിധിയായ അമ്മ എന്തിനു വേണ്ടിയാണ് എൻ്റെ ഇഷ്ടങ്ങൾക്കെതിരെ നിന്നതെന്ന്? എന്താ മകൾ എന്ന നിലയിൽ എനിക്കത് അറിയാനുള്ള റൈറ്റ്സ് ഇല്ലേ? മോളെ എല്ലാം ഞാൻ പറയാം. എൻ്റെ പൊന്നുമോളിപ്പൊന്ന് സമാധാനിക്ക്. ചെറിയച്ഛനും ഡാഡിയും കൂടി മോൾക്ക് അറിയേണ്ടതെല്ലാം പറഞ്ഞു തരാം. ഇപ്പം നിന്നെ ഇത്ര അധികം സ്നേഹിക്കുന്ന നിൻ്റെ അമ്മയെ കരയിക്കാതെ. ഇല്ല, പറ്റില്ല. എനിക്കിതിൻ്റെയൊക്കെ സത്യാവസ്ഥ ഇവരിൽ നിന്ന് തന്നെ അറിയണം. അതുകൊണ്ട് ഡാഡി ഞങ്ങൾക്കിടയിൽ നിന്ന് സംസാരിക്കണമെന്നില്ല. എല്ലാ പെൺകുട്ടികൾക്കും കിട്ടുന്നൊരു ചാൻസ് ആയിരുന്നില്ല എനിക്ക് കിട്ടിയത്. അതുമാത്രമല്ല എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം കൂടെയായിരുന്നു ഫിലിം ഇൻഡസ്ട്രി. പക്ഷേ ഇവരെല്ലാം അറിഞ്ഞുകൊണ്ട് എന്നെ തടയുകയായിരുന്നു. ഞാനാണോ ഇവരോട് മിണ്ടാതെ നടന്നത്? ഇവരല്ലേ എന്നോട് വൈരാഗ്യം കാണിച്ചത്? അന്നെൻ്റെ ആദ്യത്തെ ഫിലിമിന് അവിടെ ഇവർ വന്ന് എന്തൊക്കെയാണ് എന്നെ പറഞ്ഞത്? എന്നിട്ടിപ്പോൾ പേരും പ്രശസ്തിയുമായപ്പോൾ സ്നേഹിക്കാൻ നടക്കുന്നതാണോ അതോ റിയൽ സ്നേഹമാണോ? സ്നേഹമുള്ളത് കൊണ്ടല്ലേ മോളി ഞാൻ സംരക്ഷിക്കാൻ ശ്രമിച്ചത്. ഇഷ്ടമില്ലായിരുന്നുവെങ്കിൽ നീ ഏത് വഴി എങ്ങനെ പോയാലും എനിക്കെന്താ? ഒരുപാട് സ്നേഹമുള്ളത് കൊണ്ടാണ് എൻ്റെ കൺവെട്ടത്ത് തന്നെ നിർത്താൻ ശ്രമിച്ചത്. പക്ഷേ അതൊരിക്കലും മോളുടെ ഇഷ്ടങ്ങൾ നശിപ്പിക്കാനോ ആഗ്രഹങ്ങൾ നടക്കാതിരിക്കാനോ വേണ്ടി ചെയ്തതല്ല. എല്ലാ അമ്മമാരും സ്വന്തം മക്കളുടെ കാര്യത്തിൽ സ്വാർത്ഥരാണ്. അതുതന്നെയാണ് ഞാനും ചെയ്തത്. നിന്റെ ഭാവിക്കും നിന്റെ ജീവിതത്തിനും നീ തിരഞ്ഞെടുത്ത കരിയർ ദോഷം ചെയ്താലോ എന്ന് ഞാൻ പേടിച്ചിരുന്നു. അതുകൊണ്ട് മാത്രമാണ് അന്നെനിക്ക് മോളെ ഇവിടെ പിടിച്ചു നിർത്തേണ്ടി വന്നത്. ഇത്രയും വർഷങ്ങളായിട്ടും ആ കാര്യങ്ങൾ എൻ്റെ മകളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല. എനിക്കറിയാം എൻ്റെ ഭാഗത്താണ് തെറ്റ്. ഞാൻ ഒരിക്കലും മോളുടെ മുന്നേറ്റത്തിൽ തടനിൽക്കാൻ പാടില്ലായിരുന്നു. പക്ഷേ ഒരു നാട്ടിൻ പുറത്തുകാരിക്ക്, അതും സിനിമയിൽ അഭിനയിക്കാൻ പോയ അനുജത്തിയെ ആരൊക്കെയോ ചേർന്ന് നശിപ്പിച്ചു കൊന്നുകളഞ്ഞത് കാണേണ്ടി വന്ന ഒരു പെണ്ണിന് സ്വന്തം മകളെ അങ്ങോട്ടേക്ക് പറഞ്ഞയക്കാൻ മനസ്സ് വന്നില്ല എന്നുള്ളതാണ് സത്യം.
അല്ലാതെ നിന്റെ സ്വപ്നങ്ങളൊന്നും നശിപ്പിച്ച് കളയാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. ഞാനെന്നല്ല, ഒരു പെറ്റമ്മയും മകളോട് അങ്ങനെ ചെയ്യില്ല. പൊട്ടിക്കരഞ്ഞോട് നിലത്തേക്കിരിക്കുന്ന നിമ്മിയെ അടുത്തു നിന്ന് ജയൻ വേഗത്തിൽ താങ്ങി. നിമ്മിയെ വിശ്വസിപ്പിക്കാൻ തുടങ്ങി വെച്ചതാണെങ്കിലും അവസാനമായപ്പോൾ തൻ്റെ മനസ്സിലുള്ളതൊക്കെ അറിയാതെ ചോദിച്ചു പോവുകയായിരുന്നു ഗീതു. കുറേ വർഷങ്ങളായി മനസ്സിലുണ്ടായിരുന്നതും പലവട്ടം ചോദിച്ചിട്ടും ആരും ഉത്തരം തരാത്തതുമായൊരു കാര്യമാണ് ഇപ്പം താൻ അറിഞ്ഞിരിക്കുന്നത്. ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യം പ്രതീക്ഷിക്കാതിരുന്നത് കൊണ്ട് തന്നെ ശരീരവും മനസ്സും തളരുന്നത് പോലെ തോന്നി ഗീതുവിന്. മോനെ, നാളെ തന്നെ ഗീതുമോളെ സ്റ്റേഷനിൽ കൊണ്ടുപോകുമോ? സിദ്ധു തിണ്ണയിൽ നിന്ന് ഫോണിൽ എന്തോ ചെയ്യുകയായിരുന്നു. അപ്പോഴാണ് രാധിക അങ്ങോട്ടേക്ക് വന്നത്. എൻ്റെ രാധുമ്മി, ഞാൻ പറഞ്ഞതല്ലേ, കീത്തുമോളുടെ പേര് പുറത്താരും അറിയാതെയാണ് മുൻപോട്ട് പോവുക എന്ന്. അവളെ സ്റ്റേഷനിൽ കൊണ്ടുപോയ അവിടെ എല്ലാവരും അവളെ കാണില്ലേ? അതുകൊണ്ട് തന്നെ ഇവിടെ തന്നെ കീത്തുമോളുടെ കംപ്ലൈൻ്റ് എടുത്ത് ഞാനും ജിത്തുവും കൂടെയാണ് അയാളെ കസ്റ്റഡിയിലേക്ക് പോകുന്നത്. അതും പറഞ്ഞ് രാധുവിൻ്റെ കണ്ണ് തുടച്ചുകൊണ്ട് സിദ്ധു അമ്മയുടെ നെറുകയിൽ മുത്തി. രാവിലെ സ്റ്റേഷനിലേക്ക് പോകാൻ ഒരുങ്ങിക്കൊണ്ടിരുന്നപ്പോഴാണ് ചിത്തു എന്നൊരു വിളി കേട്ടത്. സിദ്ധുവിൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. ആഹാ, ആരാടാ പോലീസുകാരൻ്റെ പേര് വിളിക്കുന്നത്? പോലീസേ, എൻ്റെ വീട്ടിൽ എൻ്റെ മുറിയിൽ വന്ന് എൻ്റെ പേര് വിളിക്കാനുള്ള ധൈര്യം ആർക്കാടാ? ധൈര്യം ഉണ്ടെങ്കിൽ നിൻ്റെ പേര് പറയടാ. നിച്ചൂട്ടി. അയ്യോ, നിച്ചൂട്ടി സാർ ആയിരുന്നു. എനിക്ക് മനസ്സിലായില്ല സാർ, സോറി കേട്ടോ. സാർ വിരോധമില്ലെങ്കിൽ ഒന്ന് മുൻപിലേക്ക് വരുമോ? എനിക്കൊന്ന് കാണണമായിരുന്നു. കതകിന് പിന്നിൽ ഒളിച്ചു നിൽക്കുന്ന ഏറു കണ്ടിട്ട് നോക്കി ചിരിയടക്കി പിടിച്ചു സിദ്ധു. സാറൊന്ന് മുൻപിലേക്ക് വരാമോ? ഓ, അങ്ങനെയാണോ? അപ്പം പിന്നെ ഞാൻ വാങ്ങിച്ച മിഠായി ആർക്ക് കൊടുക്കും ദൈവമേ? കതകിന് പിറകിൽ നിന്ന് മുൻപിലേക്ക് വന്ന് തൻ്റെ കയ്യിലേക്ക് എത്തി നോക്കുന്നവനെ സിദ്ധു വാരിയെടുത്തു. എടാ കുറുമ്പ, നീ എന്താടാ എന്നെ വിളിച്ചത്? അച്ചാന്ന് വിളിക്കടാ കള്ള തിരുമാലി. സിദ്ധു അവൻ്റെ വയറ്റിൽ ഇക്കിളിയിട്ടു. കൂടെ കൂടെ ചിരിക്കുന്ന തൻ്റെ മകനെ അവൻ കൺചിമ്മാതെ നോക്കിയിരുന്നു. ദേഷ്യമുണ്ടടാ അച്ചയോട്, ഇത്രയും നാളും എൻ്റെ നിച്ചൂട്ടനെ കാണാൻ വരാത്തതിന്. അമ്മ പറഞ്ഞല്ലോ ചിത്തു കള്ളനെ പിച്ചാൻ പോയെന്ന്. ആണോ? എട കള്ള, ചിത്തു അല്ല അച്ഛ, അങ്ങനെ വിളിക്കണം കേട്ടോ. അച്ഛാ? അത് തന്നെ, അച്ഛയുടെ മുത്ത്. അവൻ കയ്യിലിരുന്ന ചോക്ലേറ്റ് നിച്ചൂട്ടൻ്റെ കയ്യിൽ കൊടുത്ത് അവനെയും എടുത്ത് താഴേക്കിറങ്ങി. ആഹാ, രാവിലെ തന്നെ ചോക്ലേറ്റ് ആണോ നിച്ച കഴിക്കുന്നേ? വാ, ആദ്യം നമുക്ക് ഇഡ്ഡലി കഴിക്കാം, എന്നിട്ട് മിഠായി കഴിക്കാം, കേട്ടോടാ ചക്കരെ. ജ്യോതി സിദ്ധുവിൻ്റെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ എടുത്ത് അവൻ്റെ കയ്യിലെ മിഠായി വാങ്ങി ടേബിളിൽ വെച്ചു. മിഠായി മാറ്റി വെച്ചതും നിച്ചൂട്ടൻ ഉച്ചത്തിൽ കരഞ്ഞു. കരയില്ല പൊന്നെ, അച്ഛമ്മ തരാൻ മിഠായി. സിദ്ധു, നിനക്കിട്ട് വേണം നല്ലത് തരാൻ. വലിയ പോലീസായിട്ടൊന്നും കാര്യമില്ല, ഞാൻ നോക്കില്ല, നല്ല പെട തരും. അതും പറഞ്ഞ് ജ്യോതി കുഞ്ഞിനെ എടുത്ത് കൊഞ്ചിച്ചുകൊണ്ട് പുറത്തേക്ക് നടക്കുന്നത് കണ്ട് സിദ്ധുവിൻ്റെ കണ്ണ് നിറഞ്ഞു. അച്ഛമ്മ. ജ്യോതി കുഞ്ഞിനോട് പറഞ്ഞ വാക്ക് സിദ്ധു ഒന്ന് മന്ത്രിച്ചു. നീ എൻ്റെ കൂടെ വരുന്നുണ്ടോ അതോ നിനക്ക് വേറെ വണ്ടി പറഞ്ഞിട്ടുണ്ടോ? സിദ്ധു ഇറങ്ങിയപ്പോഴും ജിത്തു വാസുവിൻ്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നു. ആടാ, എനിക്ക് വണ്ടി വരും, സ്റ്റേഷനിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ. എപ്പോഴാണ് പോകുന്നത് അയാളെ പൊക്കാൻ? നീ ഇപ്പോൾ സ്റ്റേഷനിലേക്ക് പൊയ്ക്കോ, എന്നിട്ട് ഞാൻ വിളിക്കുമ്പോൾ വന്നാൽ മതി. ജീപ്പ് എടുത്ത് വന്ന് എന്നെ പിക്ക് ചെയ്യണം. നമ്മൾ രണ്ടാളും മാത്രം മതി, വേറെ ആരും വേണ്ട, ഡ്രൈവർ പോലും. കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാതെ എങ്ങനെയാ? കംപ്ലൈൻറ്റ് എഴുതി ഞാൻ തന്നെ കയ്യിൽ വെച്ചോളാം. നമ്മുടെ കുട്ടിയല്ല തെറ്റ് ചെയ്തത്, അതുകൊണ്ട് തന്നെ അവളുടെ പേരാരും അറിയണ്ട. തെറ്റ് ചെയ്തവൻ്റെ പേര് നാട് ആഘോഷിക്കട്ടെ. മോനെ, നീ കഴിച്ചോ? വാ, ഇഡ്ഡലി കഴിക്കാം. ഇല്ല ജ്യോതിയമ്മേ, ഞാൻ കഴിച്ചു. അമ്മ പുട്ടും കടലയും ഉണ്ടാക്കി. എവിടെ അവന്മാർ? റെഡിയാകുവാണോ? ആ അതെ, അവരിന്ന് വീട്ടിലേക്ക് പോകുമെന്ന് പറഞ്ഞല്ലോ. ഇനി കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ? ഫംഗ്ഷനായിട്ടൊന്നുമില്ലെങ്കിലും ബന്ധുക്കളെ കുറച്ച് പേരെയെങ്കിലും അറിയിക്കണമല്ലോ. മനു പറഞ്ഞിരുന്നു അവിടെ നിന്ന് അച്ഛമ്മ മാത്രമേ വരുള്ളൂ എന്നല്ലേ പറഞ്ഞത്. ഇനിയിപ്പോൾ അടുത്ത ബന്ധുക്കളെയോ ഫ്രണ്ട്സിനെയോ മയ്യച്ഛനെ വിളിക്കാനൊക്കെ ഉണ്ടാവും. ലക്ഷ്മി അമ്മയുടെ ഫാമിലിയും ഉള്ളതല്ലേ, എല്ലാം നന്നായി നടക്കും. റോഡിൽ പോലീസ് ജീപ്പ് വന്നതും ജിത്തു എല്ലാവരോടും യാത്ര പറഞ്ഞു. പോവല്ല മോനെ. അപ്പോഴാണ് രാധിക ഓടി വന്നത്. ദാ ഉച്ചക്ക് കഴിക്കാനുള്ളത്, പോകില്ലെന്നാ ഞാൻ പറഞ്ഞേ. എന്നിട്ട് തിരക്കിട്ടിറങ്ങുക, ഇനി പുറത്തുനിന്നൊന്നും കഴിക്കാൻ നിൽക്കേണ്ട. തൻ്റെ കയ്യിലിരുന്ന കിറ്റ് ജിത്തുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് സാരി തുമ്പുകൊണ്ട് മുഖം തുടച്ചു ആ അമ്മ. അമ്മയോട് ഞാൻ പറഞ്ഞതല്ലേ ചിലപ്പോൾ ഞാൻ ഈ വഴി വരുമെന്ന്. അപ്പോൾ പറ്റുമെങ്കിൽ ഇങ്ങോട്ട് കയറി കഴിച്ചോളാം. പിന്നെന്തിനാ അമ്മ ധൃതി പിടിച്ചതൊക്കെ ഉണ്ടാക്കിയത്? ഇനി നിനക്ക് തിരക്കാണെങ്കിലോ, അപ്പോൾ എവിടുന്ന് വെച്ചായിരുന്നു കഴിക്കാലോ. അതൊക്കെ കേട്ട് ജിത്തുവിൻ്റെ കണ്ണ് നിറഞ്ഞു. തൻ്റെ പെറ്റമ്മ തന്നെയാണ് മുൻപിൽ നിൽക്കുന്നതെന്ന് തോന്നി അവന്. പോയിട്ട് വരാം അമ്മേ. അത്രയും പറഞ്ഞ് രാധുവിൻ്റെ കവളിൽ ഒരു ഉമ്മ കൊടുത്തവൻ
അമ്മ തിരിച്ച് അവൻ്റെ നെറ്റിയിലും മുത്തി സന്തോഷത്തോടെ അവനെ യാത്രയാക്കി. IPSനും ചോറ് പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ജിത്തുവിനെ നോക്കി ചിരിക്കുന്ന സിദ്ധുവിനെ തോണ്ടിക്കൊണ്ടാണ് ജ്യോതി പറഞ്ഞത്. എനിക്ക് കഴിക്കാൻ ടൈം കിട്ടുമോ എന്ന് പോലും അറിയില്ല അമ്മേ, ഞാൻ പുറത്തുനിന്ന് കഴിക്കാം. വേണ്ട, രാധു പറഞ്ഞതുപോലെ ഞങ്ങൾ ഉള്ളിടത്തോളം കാലം വെച്ചുണ്ടാക്കി തരും. പിന്നെ അച്ഛമോൾക്കെല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ, അവൾ നോക്കിക്കോളും, എനിക്കറിയാം. ഇനി പെൺപിള്ളേരുടെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ സമാധാനമായി ജിത്തുമോനും ഒരു പെണ്ണ് നോക്കാം. പിന്നെയുള്ള 2 കാര്യം നിങ്ങൾ നോക്കിക്കോളുമല്ലോ. രാധ സിദ്ധുവിൻ്റെ കവിളിൽ തലോടി. കണ്ണ, ഇന്ന് അപ്പോയിൻമെൻറ്റ്സ് ഒരുപാടുണ്ട്. ഇത്രയും ദിവസം മാറി നിന്നതുകൊണ്ടാണ്. സൈറ്റ് വിസിറ്റിന് പോകണം, എല്ലാം കൂടി അലച്ചിലായിരിക്കും. അത് സാരമില്ല, നീ ഒരു കാര്യം ചെയ്യ്, കാത്തുമായി സൈറ്റ് നോക്കാൻ പൊയ്ക്കോ. നേരെ അങ്ങോട്ട് പോയാൽ മതി, ഓഫീസിൽ കയറണ്ട. ഞാൻ ആദ്യമായി പെൻഡിങ് വർക്കൊക്കെ തീർക്കാം. പിന്നെ മീറ്റിംഗൊക്കെ മാരേജ് തിരക്കൊക്കെ കഴിഞ്ഞു മതി, അല്ലെങ്കിൽ പിന്നെ 2 ബോറാവും. മനുവിനോട് സംസാരിച്ച് താഴെ ഇറങ്ങുമ്പോഴാണ് കാശിയുടെ ഫോൺ ബെല്ലടിച്ചത്. ഡിസ്പ്ലേയിൽ തെളിഞ്ഞ പേര് കണ്ടതും അവൻ്റെ മുഖത്ത് ചിരി വിരിഞ്ഞു. എന്താടാ, ആരാ വിളിക്കുന്നേ? മാണിക്യമംഗലത്ത് മഹാദേവ നാരായണൻ. ഹാളിലിരിക്കുകയായിരുന്ന മഹിയും ആനന്ദും ഞെട്ടിത്തരിച്ച് തിരിഞ്ഞു നോക്കി. കാശി അവരെ ഒന്ന് നോക്കി ഫോൺ അറ്റൻഡ് ചെയ്ത് പുറത്തേക്കിറങ്ങി. അച്ഛൻ കണ്ണൻ എന്തിനാണ് വിളിച്ചത്? ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ആപത്ത് പറ്റിയോ? മഹി, എനിക്ക് പേടിയാവുന്നു. ആനന്ദ് ടെൻഷനാവാൻ തുടങ്ങിയിരുന്നു. ആനന്ദ് അച്ഛൻ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. അവിടെ ആർക്കൊരു കുഴപ്പമില്ല. ഇങ്ങനെ നെഗറ്റീവ് മാത്രം ചിന്തിക്കാതെ പോസിറ്റീവായിട്ടൊന്ന് ചിന്തിക്ക്. മനു ആനന്ദിനടുത്ത് വന്നുകൊണ്ട് പറഞ്ഞു. അതേടാ ആനന്ദു, അച്ഛൻ വിളിച്ചത് ചിലപ്പോൾ എല്ലാവരുടെയും സുഖവിവരങ്ങൾ അറിയിക്കാനാണെങ്കിലോ? മഹിയും മനുവിനെ അനുകൂലിച്ച് പറഞ്ഞു. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ കുഴപ്പമൊന്നും ഇല്ലാന്ന്. അവൻ്റെ മുഖത്ത് ചിരി കണ്ടാൽ തന്നെ അറിയാലോ എന്തോ സന്തോഷമുള്ള കാര്യമാണെന്ന്. മനു പറഞ്ഞപ്പോൾ ആനന്ദും മഹിയും ഫോണും കയ്യിൽ പിടിച്ച് ചിരിച്ചുകൊണ്ട് വരുന്ന കാശിയെ നോക്കി. മോനെ കണ്ണ, എന്തിനച്ഛൻ വിളിച്ചത്? എന്താ പറഞ്ഞത്? കാശി വന്നപ്പോഴേ ആനന്ദ് അവനടുത്തേക്ക് ചെന്നു. വെപ്രാളൊന്നും വേണ്ട ആനന്ദച്ച, സന്തോഷമുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. അത് പറഞ്ഞ് കാശി എല്ലാവരെയും നോക്കി ചിരിച്ചു. അദ്ദേഹം നാട്ടിലേക്ക് വരുന്നുണ്ട്, അത് പറയാൻ വേണ്ടിയാണ് വിളിച്ചത്. മക്കൾക്കും മരുമക്കൾക്കും അദ്ദേഹത്തോട് എന്തെങ്കിലും പിണക്കമോ അനിഷ്ടമോ ഉണ്ടെങ്കിൽ അതെല്ലാം നേരിൽ കണ്ട് പറഞ്ഞു തീർക്കാനാണത്രേ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അപ്പം നിങ്ങൾക്കെല്ലാവർക്കും കൂടിക്കാഴ്ച ഒരുക്കാനുള്ള ചുമതല എന്നെ ഏൽപ്പിക്കാനാണ് അദ്ദേഹം വിളിച്ചത്. കാശി പറഞ്ഞു നിർത്തിയതും ആനന്ദ് അത്ഭുതത്തോടെ അവനെ നോക്കി. എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല മോനെ, ഒരുപാട് സന്തോഷം തോന്നുന്നു. അച്ഛൻ ഞങ്ങളെയൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് അറിയുന്നതിൽ തന്നെ സന്തോഷമാണ്. ഞങ്ങൾക്കും കാണാൻ കൊതിയുണ്ടല്ലേ മഹി? വസുവിനും സൂര്യയും തറിഞ്ഞ സന്തോഷമാവും. അതേ ആനന്ദു, നമുക്ക് പോകണം അച്ഛനെ കാണാൻ. അച്ഛൻ ഇങ്ങോട്ട് വരാനാണ് താല്പര്യമെങ്കിൽ അതിനും ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ, അല്ലേടാ? മഹിയും നല്ല സന്തോഷത്തിലായിരുന്നു. എന്തായിരിക്കിപ്പോൾ അച്ഛൻ ഇങ്ങനെ തോന്നാൻ? ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും വയ്യാഴികയെങ്കിലും? ആനന്ദ് വെപ്രാളത്തോട് മഹിയെ നോക്കി. എൻ്റെ പൊന്നാനന്ദു, നീ എന്തിനാ എപ്പോഴും ഇങ്ങനെ നെഗറ്റീവ് ചിന്തിച്ച് കൂട്ടുന്നത്? അതൊന്നുമല്ല, ഒരുപാട് കാലമായില്ലേ നമ്മളെല്ലാവരെയും അദ്ദേഹം കണ്ടിട്ട്. എന്നും നമ്മളെല്ലാവരെയും ഓർക്കുന്നുണ്ടായിരിക്കണം. പക്ഷേ മനോഹരേട്ടൻ്റെ പ്രതികരണം എന്താണെന്ന് അറിയാത്തത് കൊണ്ടാവാം ഇത്രയും നാൾ കാണാൻ വരാതിരുന്നത്. അങ്ങോട്ട് നമ്മളെ വിളിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഇപ്പം പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങിയിട്ടുണ്ടാവും, അതുകൊണ്ടാവും അദ്ദേഹം വിളിച്ചത്. മഹി പറയുന്നത് കേട്ട് ആനന്ദ് ചിരിയോട് അവനെ നോക്കി. മോളെ, നീ കഴിക്കുന്നില്ലേ? അമ്മയോട് ദേഷ്യമാണ് കുഞ്ഞിന്. നിമ്മി കണ്ണുനീർ തുടച്ച് പ്ലേറ്റ് എടുത്ത് അവൾക്കടുത്തേക്ക് വന്നിരുന്നു. ഗീതു മുഖം ഉയർത്തി അമ്മയെ നോക്കി. അവളുടെ മുഖവും കരഞ്ഞതുകൊണ്ടാവാം ചുവന്നിരുന്നു. ദേഷ്യമില്ല, സങ്കടം മാത്രമേ ഉള്ളൂ. മനസ്സിൽ കൂട്ടിവെക്കാതെ പറയാമായിരുന്നു എന്നോട്. മറ്റാർക്ക് മനസ്സിലായില്ലെങ്കിലും എനിക്ക് മനസ്സിലാവുമായിരുന്നു. നിങ്ങൾക്കൊരു സിസ്റ്റർ ഉണ്ടായിരുന്നുവെന്നും മരിച്ചുപോയെന്നും പറഞ്ഞു കേട്ടിട്ടുണ്ടെന്നല്ലാതെ എങ്ങനെയാണെന്നോ എന്തു പറ്റിയതാണെന്നോ എപ്പോഴാണെന്നോ ഒന്നും അറിയില്ലായിരുന്നു. എനിക്കാരും പറഞ്ഞു തന്നില്ല. അതിനാരെയും കുറ്റപ്പെടുത്തുന്നില്ല ഞാൻ. കാരണം ഒരിക്കൽ പോലും കാര്യങ്ങളൊന്നും തിരക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ലല്ലോ. എങ്കിലും ഒരിക്കലെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ പരസ്പരം നമ്മൾ ഇത്രയധികം അകന്നു പോവില്ലായിരുന്നുവെന്ന് തോന്നുന്നു എനിക്ക്. ഡാഡിനെങ്കിലും പറയാമായിരുന്നില്ലേ? എന്നോട് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നല്ലോ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അടുത്ത് നിൽക്കുന്ന ജയറാമിനെ കെട്ടിപ്പിടിച്ചു ഗീതു. ജയറാം കണ്ണു തുടച്ച് ഗീതുവിനെ ചേർത്ത് പിടിച്ചു. കരയില്ല മോളെ, ഇത്രയും നാൾ നിന്നെ അറിയിക്കാതിരുന്നതിൽ തെറ്റുകാരൻ ഞാനാ. സത്യം പറഞ്ഞ നിന്നോട് സത്യങ്ങളൊക്കെ പറയുമ്പോൾ നീ എന്നിൽ നിന്ന് അകന്നു പോകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു. ആദ്യമൊക്കെ തമാശയായി കണ്ടു നിമ്മിയോടുള്ള നിന്റെ ദേഷ്യം.
പക്ഷേ പിന്നീട് അത് സീരിയസ് ആവുന്നത് കണ്ട് പേടി തോന്നിയിരുന്നു. പക്ഷേ പിന്നീട് അതിനേക്കാളും പേടി തോന്നിയത് സത്യങ്ങൾ നീ അറിയുമ്പോൾ മറച്ചു വെച്ചതിന് ഡാഡിയിൽ നിന്ന് മോൾ അകന്നു പോകുമോ എന്ന് ചിന്തിച്ചിട്ടുമായിരുന്നു. പക്ഷേ ഇപ്പം എൻ്റെ നെഞ്ചോട് ചേർന്ന് നിൽക്കുന്നത് കാണുമ്പോൾ നേരത്തെ പറയാമായിരുന്നു എനിക്കെല്ലാം. അങ്ങനെയാണെങ്കിൽ നിമ്മിക്ക് അവളുടെ മകളെ കുറച്ച് നാൾ മുൻപേ തിരികെ കിട്ടുമായിരുന്നു. നിമ്മിയെയും ജയറാം തൻ്റെ കൈക്കുള്ളിലേക്ക് ചേർത്ത് പിടിച്ചു. അടുത്തുനിന്ന് ജയനും കണ്ണു തുടയ്ക്കുന്നുണ്ടായിരുന്നു. ആരോ വന്നു, ഞാൻ നോക്കിക്കൊള്ളാം. താഴെ കോളിംഗ് ബെൽ കേട്ട് നിമ്മിയും ഗീതുവും ജയറാമിൽ നിന്ന് വിട്ടുമാറി കണ്ണു തുടച്ചു. ജയൻ താഴേക്ക് പോയത് കണ്ടതും നിമ്മിയും ഗീതുവിൻ്റെ മുഖമൊക്കെ തുടച്ചു കൊടുത്ത് താഴേക്ക് പോകാനിറങ്ങി. അമ്മേ. ഗീതുവിൻ്റെ വിളി കേട്ട് ഒരു നിമിഷം അനങ്ങാനാവാതെ നിന്നുപോയി നിമ്മി. ലവ് യു അമ്മ. മകള് പറയുന്നത് കേട്ട് നിമ്മിക്ക് ശരീരം തളരും പോലെ തോന്നിപ്പോയി. കണ്ണു നിറഞ്ഞ് കാഴ്ച മങ്ങിയെങ്കിലും തൻ്റെ മകളെ മാറോട് ചേർത്തിരുന്നു ആ അമ്മ. അപ്പോൾ അവരിൽ വല്ലാത്തൊരു സന്തോഷം. ഏട്ടത്തി. താഴെ നിന്ന് ജയൻ വിളിക്കുന്നത് കേട്ടപ്പോൾ നിമ്മി ഗീതുവിൽ നിന്ന് വിട്ടു മാറാൻ നോക്കി. പക്ഷെ ഗീതു വിടാതെ തന്നെ ഒന്നുകൂടെ ഇറുക്കെ കെട്ടിപ്പിടിക്കുന്നത് കണ്ട് നിമ്മി അവളുടെ നെറുകയിൽ ഒരു ഉമ്മ കൊടുത്തു. അടുത്തുനിന്ന് ജയറാമും സന്തോഷം കൊണ്ട് കണ്ണു തുടച്ചു. ഏട്ടാ, ഇതാരാണെന്ന് നോക്കിയേ, ഇങ്ങോട്ട് വാ. താഴെ നിന്ന് വീണ്ടും ജയറാമിൻ്റെ വിളി വന്നതും ജയറാം മുഖമൊന്ന് അമർത്തി തുടച്ചുകൊണ്ട് മുറിക്ക് പുറത്തേക്ക് നടന്നു. ഗീതു മോളെ. അമ്മയുടെ മോളൊന്ന് മാറിയേ, അമ്മ പോയി നോക്കട്ടെ ആരാ വന്നതെന്ന്. നോക്കിയിട്ട് വേഗം വരാം, മോളിവിടെ റെസ്റ്റ് എടുക്ക്, അമ്മ ഓടി വരാം. വേഗം വരുവോ അതോ അടുക്കളയിൽ ചുറ്റിപ്പറ്റി നിൽക്കുമോ അമ്മേ? മുൻപ് നിനക്ക് എന്നെ കണ്ണിനേരെ കണ്ടുകൂടായിരുന്നല്ലോ, അതുകൊണ്ടല്ലേ ഞാൻ എപ്പോഴും അടുക്കളയിൽ ചുറ്റിപ്പറ്റി നിൽക്കുന്നത്. ഇനി എൻ്റെ മോൾക്ക് ഞാൻ മുൻപിൽ വരുന്നതൊക്കെ സന്തോഷമാണെങ്കിൽ എവിടേക്കും പോവില്ല. നിമ്മി പറയുന്നത് കേട്ട് ഗീതു പൊട്ടിച്ചിരിച്ചു. എന്തായിരുന്നു നിന്റെ ഉദ്ദേശം? നീ എന്താ കരുതിയത്? ഇവിടെ ട്യൂഷൻ പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് വീട്ടിൽ ചോദിക്കാനും പറയാനും ഒന്നും ആരും കാണില്ലെന്നാണോ? മുൻപിൽ നിസ്സംഗത ഭാവത്തിൽ നിൽക്കുന്നവനെ കാണി ഒന്നുകൂടെ അരിശം വന്നു ജിത്തുവിന്. അന്വേഷണത്തിന് ഭാഗമായി ട്യൂഷൻ സെന്റർ വന്നതാണ് രണ്ടാളും. എത്ര ചോദിച്ചിട്ടൊരു കൂസലുമില്ലാതെ നിൽക്കുന്നവനെ കണ്ട് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു ജിത്തുവിന്. എന്തോടാ പൊന്ന മോനെ, ഇപ്പം നിന്റെ നാവിറങ്ങിപ്പോയോ? ജിത്തുവിന് സ്വയം നിയന്ത്രണം വിട്ടു തുടങ്ങിയിരുന്നു. ജിത്തു, നോ, കൂൾ. സിദ്ധു അവനെ തടഞ്ഞുകൊണ്ട് അയാൾക്കടുത്തേക്ക് നീങ്ങി നിന്നു. എന്താ നിന്റെ പേര്? മിണ്ടാതെ കുനിഞ്ഞു നിൽക്കുന്നവൻ്റെ കയ്യിൽ പിടിച്ചൊന്ന് തിരിച്ചു സിദ്ധു. വേദന കൊണ്ട് അലറിക്കഴിയുന്നവനെ കണ്ടതും സിദ്ധു ചിരിച്ചുകൊണ്ട് അവൻ്റെ കയ്യിലെ പിടിവിട്ടു. ഇനി പറ, പേരെന്താ? രമേശ്. ആ, അങ്ങനെ തന്നെ. കിട്ടേണ്ടത് കിട്ടിയ കൃത്യമായി മറുപടി പറയാൻ രമേശിന് അറിയാമല്ലേ? അപ്പോൾ പറ രമേശേ, പഠിപ്പിക്കുന്ന കുട്ടികളോട് മോശമായി പെരുമാറുന്നത് ശരിയാണോ? ഒരധ്യാപകൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്തുകൂടാ അല്ലേ? തലകുനിച്ച് തന്നെ നിൽക്കുന്നവൻ്റെ മുഖം പിടിച്ചുയർത്തി സിദ്ധു. അപ്പോൾ പറ രമേശ, നീ നിന്റെ ട്യൂഷൻ ക്ലാസ്സിൽ ആരോടൊക്കെ മോശമായി പെരുമാറിയിട്ടുണ്ട്? എന്തു പറയാനാണ് സാറേ, ഞാൻ ആരോട് മോശമായി പെരുമാറിയെന്നു? ഞാനൊരു അധ്യാപകനാണ്, അത് മറക്കരുത്. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് എൻ്റെ നേരെ തുള്ളാൻ വന്നാലുണ്ടല്ലോ. അത്രയും പറഞ്ഞവൻ തൻ്റെ ഫോൺ എടുത്ത് ആരുടെയോ നമ്പർ ഡയൽ ചെയ്തു. അടുത്ത നിമിഷം അവൻ്റെ ഫോൺ പൊട്ടിത്തെറിച്ചിരുന്നു. അവൻ്റെ അമ്മയുടെ ഒരു ഫോൺ. ദേഷ്യമടക്കാനാവാതെ അവൻ്റെ മൂക്കിനിട്ടൊരു പഞ്ചു കൊടുത്തു ജിത്തു. കിട്ടിയല്ലോ, ഞാൻ പറഞ്ഞു സമാധാനമായി കാര്യങ്ങൾ പറയാൻ. ഇല്ലെങ്കിൽ ദാ ഇവനുണ്ടല്ലോ, ഇവന് ഭയങ്കര ദേഷ്യമാണ്. സിദ്ധു അയാളുടെ തോളിൽ കൈവച്ച് പറഞ്ഞു. ഒന്ന് പോ സാറേ, സാറിവിടെ പുതിയതായതുകൊണ്ടാണെന്നേ, അല്ലെങ്കിൽ അറിയാതിരിക്കില്ല എന്നെക്കുറിച്ച്. നല്ല ചെറുപ്പല്ലേ രണ്ടാളും, ഒരു കല്യാണമൊക്കെ കഴിച്ച് കുഞ്ഞുകുട്ടി പരാതിനികളൊക്കെ ആയിട്ട് കഴിയാനുള്ളതിന്. ഇനി വല്ല പൈസയ്ക്കുമാണെങ്കിൽ പറ, അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പൊന്ന മോനെ, എൻ്റെ പെങ്ങളെ തന്നെ വേണമല്ലേ നിനക്ക്? ദേഷ്യമടക്കാനാവാതെ അടിനാവിക്ക് തന്നെ ഒരു ചവിട്ട് കൊടുത്തു ജിത്തു. വേണ്ട വേണ്ട സാറേ, ഞാൻ പറയാം. സിദ്ധു പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ചെന്നതും വീണ്ടും തള്ളാൻ ചെല്ലുകയാണെന്ന് കരുതി കൈകൂപ്പി രമേശ്. വേണ്ട സാറേ, തല്ലുകയൊന്നും വേണ്ട. കാണാൻ കൊള്ളാവുന്ന എല്ലാ കുട്ടികളോടും ഞാൻ ഇഷ്ടമാണെന്നും വിവാഹം കഴിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആരെയും ഞാൻ ഫിസിക്കലി യൂസ് ചെയ്തിട്ടില്ല. രമേശ് പറയുന്നത് കേട്ട് സിദ്ധുവും ജിത്തുവും നെറ്റി ചുളിച്ചു. അവർക്കിഷ്ടമുണ്ടെങ്കിൽ മാത്രമേ ഞാൻ അവരോട് അങ്ങനെ പെരുമാറുള്ളൂ. പിന്നെ നിങ്ങളീ പറയുന്ന നിങ്ങളുടെ അനുജത്തിയെ ഞാൻ തൊട്ടിട്ട് പോലുമില്ല. പറഞ്ഞു തീരും മുൻപേ അടിപൊട്ടിയിരുന്നു. അവൻ്റെ ഒരു കൺസേൺ. 18 വയസ്സ് പോലും ആവാത്ത കുഞ്ഞു പിള്ളേരെ കയറി പിടിച്ചിട്ട് അവൻ്റെ ഒരു കൺസേൺ. ദേഷ്യമടക്കാനാവാതെ അപ്പോഴേക്കും അയാൾക്കിട്ടൊരു ചവിട്ടും കൂടെ കൊടുത്തിരുന്നു ജിത്തു. അവനിൽ ദേഷ്യം ആളിക്കത്തി. ഈ വീട്ടിൽ ആരുമില്ലേ ആവോ? ചോദിച്ചുകൊണ്ട് ജയനൊപ്പം അകത്തേക്ക് വരുന്ന അയാളെ ജയറാം ചിരിയോടെ നോക്കി.
ഗീതുവിൻ്റെ നിമ്മിയുടെയും ചുണ്ടിലും നിറഞ്ഞ പുഞ്ചിരിയായിരുന്നു. എന്തിനാണ് മോളെ നീ ഇങ്ങനെയൊക്കെ ചെയ്തത്? എന്തേലും പ്രശ്നമുണ്ടെങ്കിൽ ആരോടെങ്കിലും പറഞ്ഞാൽ പോരെ നിനക്ക്? ഇവരോട് പറഞ്ഞില്ലെങ്കിൽ അങ്കിളിനോടെങ്കിലും പറയായിരുന്നില്ലേ? നരൻ ഗീതുവിൻ്റെ തലയിൽ തലോടി അവളൊന്ന് ചിരിക്കുക മാത്രം ചെയ്തു. ഡാ നര, നീ 2 ദിവസം കഴിഞ്ഞേ വരുമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പറഞ്ഞതുകൊണ്ടല്ലേ റാമി ഇങ്ങനെ കുറച്ച് അസുലഭ നിമിഷങ്ങൾ എനിക്ക് കാണാൻ കഴിഞ്ഞത്. നിമ്മിയുടെ മുഖത്ത് തെളിച്ചം നോക്കിയേ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ കീരിയും ബാബും ആയിരുന്നവരാണ് ഇപ്പോൾ അടയും ചക്രയും പോലെ നിൽക്കുന്നത്. തന്നെ നോക്കി ചോദിക്കുന്നവന് ചിരിയോടെ കെട്ടിപ്പിടിച്ചു ജയറാം. അതിന് നിന്നെ ആരാടാ ഇവിടെ ഗസ്റ്റായി കൂട്ടിയത്? അല്ല, എവിടെ പ്രഭ? ഈ പ്രാവശ്യം വരുമ്പോൾ നീരജും കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടെവിടെ? ജയറാം ചോദിച്ചുകൊണ്ട് മുറിയിന് പുറത്തേക്ക് നോക്കി. നോക്കണ്ടടാ, അവർ വന്നിട്ടില്ല. പ്രഭയ്ക്കിപ്പോൾ ലീവില്ല, അതുകൊണ്ട് ബാംഗ്ലൂർ തന്നെയാണ്. നീരജ് ഒരു ബിസിനസ് സ്റ്റോറിലാണ്, അതിൻ്റെ ഭാഗമായി നാട്ടിലും വന്നിരുന്നു. ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇങ്ങോട്ടേക്ക് കയറാഞ്ഞതെന്ന് പറഞ്ഞു. അവരിപ്പോൾ ബാംഗ്ലൂരിലാണ്. അവനൊരു ബിസിനസ് മീറ്റ് ഉണ്ട്, അത് കഴിഞ്ഞാലുടൻ അമ്മയും മോനും കൂടെ അടുത്ത ഫ്ലൈറ്റിൽ ഇങ്ങെത്തും. പിന്നെ ഒരു 2-3 വീക്ക് ഞങ്ങളിവിടെ ഉണ്ടാകുമെന്നാണ്. ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലേ നിമ്മി? നരൻ നിമ്മിയെ നോക്കി ചിരിയോടെ ചോദിച്ചു. നരേട്ടനും പ്രഭേവിശിയും ഇവിടെ സ്ഥിരമായി നിന്നാലും ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. അതെ, അത് നിമ്മി പറഞ്ഞത് സത്യം തന്നെയാ. മക്കൾക്കും അങ്ങനെ തന്നെയല്ലേ? അവരെപ്പോഴും വിളിക്കാറും മെസ്സേജ് അയക്കാറും ഒക്കെ ഉണ്ട് അല്ലേ ഗീതു? വിളിക്കാറൊക്കെ ഉണ്ട് ഇടയ്ക്ക്. ഇപ്പോൾ കുറച്ച് ദിവസമായി നീരു ഭയങ്കര ബിസിയാണ്. എന്തോ എവിടെ ഒരു ചുറ്റിക്കളി മണക്കുന്നുണ്ട്. അങ്കിളിനും ആൻറ്റിക്കും ഒരു മരുമകളെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ബിസിയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഗീതു പറയുന്നത് കേട്ട് എല്ലാവരും ചിരിച്ചു. ആ, ചിരിച്ചു തള്ളേണ്ട, കാര്യം അല്പം സീരിയസ് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ആൻറ്റിയോട് എന്തായാലും ഒന്ന് കരുതിയിരിക്കാൻ പറയണം. അല്ല, വിളക്കെടുക്കാനേ. വിളക്കൊക്കെ എപ്പോഴേ റെഡിയാണ് മോളെ. പക്ഷെ സത്യം പറഞ്ഞ എൻ്റെയും പ്രഭയുടെയും മനസ്സിൽ നാട്ടിൽ നിന്നൊരു കുട്ടി വേണമെന്നായിരുന്നു. ഒരു കുട്ടിയെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. ഇപ്പം എന്ത് ചെയ്യാം? അവനിങ്ങനെ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ അത് നടത്തി കൊടുക്കാമെന്നല്ലാതെ എതിർത്ത് പിള്ളേരിട്ട് ടോർച്ചർ ചെയ്യാനൊന്നും ഞങ്ങൾക്ക് വയ്യ. മോൾക്കറിയാലോ ഞങ്ങൾ അല്പം മോഡേണായി ചിന്തിക്കുന്നവരാണെന്ന്. കൂളിംഗ് ഗ്ലാസ് വെക്കുന്നത് പോലെ ആക്ഷൻ കാണിച്ച് ചിരിച്ചയാൾ. അറിയാമോ, പെങ്കൊച്ചിനെ കാണുമ്പോൾ മോഡേൺ നാടൻ അച്ഛനാവരുതേ. അയാളുടെ കണ്ണിൽ നിന്ന് കൂളിംഗ് ഗ്ലാസ് എടുത്ത് സ്വയം വെക്കുന്നത് പോലെ ആക്ഷൻ കാണിച്ചു ഗീതുവും. എല്ലാവരും അത് കണ്ട് ചിരിച്ചു. ജിത്തുമോനെ, എന്തായി കാര്യം? ഗീതുവിനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവേണ്ട കാര്യം വല്ലതും ഉണ്ടോ? കേസിൻ്റെ കാര്യം അറിയാൻ ജിത്തുവിനെ വിളിച്ചതാണ് വാസുദേവൻ. അച്ഛനോട് ഞാൻ പറഞ്ഞതല്ലേ അവളുടെ ആവശ്യമില്ലാന്ന്. പിന്നെന്തിനാ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് വെറുതെ വിഷമിക്കുന്നത്? അയാളെ കസ്റ്റഡിയിലെടുത്ത് കുറ്റവും സമ്മതിച്ചു. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഗീതുവിനോട് മാത്രമല്ല ഏറെയും കുറേ പെൺകുട്ടികളോട് അയാൾ ഇതുപോലെ തന്നെ ആയിരുന്നു. മതി മോനെ, എനിക്കറിയാം നിന്റെ പെങ്ങളാണ്, നീ നോക്കിയും കണ്ണുമേ ചെയ്യോ എന്ന്. അച്ഛനറിയാം, എങ്കിലൊരു സമാധാനത്തിന് ചോദിച്ചെന്ന് മാത്രം. അപ്പോൾ അച്ഛനറിയാലോ അതെൻ്റെ പെങ്ങളാണെന്ന്. അതുകൊണ്ട് അച്ഛൻ വെറുതെ ടെൻഷൻ അടിച്ച് അമ്മയെ കൂടി വിഷമിപ്പിക്കാതെ ഫോൺ വെച്ചേ. ഞാൻ ഒരു പോലീസുകാരനാ, എനിക്കിവിടെ ഒരുപാട് ജോലിയുണ്ട്. ഓക്കെ മോനെ, പിന്നെ ഉച്ചയ്ക്ക് ഇതുവഴി വരുവാണേ ഇങ്ങോട്ടേക്ക് കഴിക്കാൻ വരണേ. ഓക്കെ അച്ഛാ. ചിരിയോടെ അവൻ ഫോൺ വെച്ച് തൻ്റെ മുൻപിലിരിക്കുന്ന സിദ്ധുവിനെ നോക്കി. വാസു അച്ഛനാണ് വിളിച്ചത്. ടെൻഷനായിരിക്കുമല്ലോ. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലടാ. ഓരോ സ്ഥലങ്ങളിൽ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടികളെ അവർ ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ട് കൂടി മീഡിയകൾ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് നമ്മൾ പലതവണയായി കാണുന്നതല്ലേ. പിന്നെങ്ങനെയാണ് സ്വന്തം മകളുടെ കാര്യത്തിൽ ഒരച്ഛന് സമാധാനത്തിലിരിക്കാൻ പറ്റുക? ഇവനെ പോലുള്ള സാമദ്രോഹികളും പെണ്ണിനെ മാനം വിറ്റ് ആയാലും റേറ്റിംഗ് കൂട്ടാൻ നോക്കുന്ന ചില മാധ്യമ പ്രവർത്തകർ ഉള്ളിടത്തോളം പെൺമക്കളുള്ള അച്ഛന്മാർക്ക് പേടികൊണ്ടേയിരിക്കൂ. നമ്മുടെ നിയമം അനുസരിച്ച് മാത്രമേ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ പൊന്നമോന് സ്പോട്ടിൽ എൻകൗണ്ടർ ചെയ്തേനെ. സിദ്ധു പറയുന്നത് കേട്ട് ജിത്തു ദേഷ്യത്തോടെ സെല്ലിൽ കിടക്കുന്ന രാകേഷിനെ നോക്കി. കുറേ ദിവസമായില്ലേ ഓഫീസിലേക്കൊന്ന് കയറിയിട്ട്? ഏത് കോലത്തിൽ കിടക്കുവാണോ എന്തോ. ആ ജാസ്മിൻ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാം നോക്കിയും കണ്ടും ചെയ്തേനെ. അവളെയാണെങ്കിൽ 3 പേരും കൂടെ ബാംഗ്ലൂരിലേക്ക് കെട്ടിയെടുക്കുകയും ചെയ്തു. എന്തൊരു ഉത്സാഹമായിരുന്നു 3 പേർക്കും അവളെ പറഞ്ഞു വിടാൻ. ആദ്യ കരഞ്ഞു പറയുന്നു, കാത്തു ദേഷ്യത്തിൽ പറയുന്നു. നിനക്കാണെങ്കിലോ കണ്ണ സഹതാപം കടപ്പാടുമൊക്കെ അവളുടെ അച്ഛനോടുണ്ടായിട്ട് കൂടി എഫിഷ്യൻ്റായ ഒരു എംപ്ലോയി ആയിട്ട് കൂടെ അവളെ പറഞ്ഞു വിട്ടു. ദിസ് ഇസ് ടു മച്ച്. മനു തങ്ങളെ നോക്കി പറയുന്നത് കണ്ട് ആദിയും കാർത്തുവും കാശിയും കണ്ണുമിഴിച്ചു. എങ്ങനെ ആരു പറഞ്ഞു വിട്ടെന്ന്? കാശി സ്റ്റീരിയോയിൽ കേട്ടുകൊണ്ടിരുന്ന പാട്ട് ഓഫാക്കി മനുവിനെ നോക്കി. നിങ്ങൾ 3 പേരും കൂടെ, അല്ലാതെ ആരാ? മനു പറഞ്ഞ് പുറത്തേക്ക് നോക്കിയിരുന്നു.
സത്യം പറഞ്ഞു, ഇല്ലെങ്കിൽ ഇപ്പം നിന്നെ ഞാൻ ഈ വണ്ടിയിൽ നിന്ന് ചവിട്ടി താഴെയിടും. കാശി ശബ്ദമുയർത്തിയത് മനു എല്ലാവരെയും നോക്കിയൊന്ന് ഇളിച്ച് കാണിച്ചു. വാണിംഗ് ഒന്നും കൊടുക്കേണ്ട കണ്ണീട്ട, അങ്ങോട്ട് ചവിട്ടി താഴെയിട്. ഓടുന്ന വണ്ടിയിൽ നിന്ന് താഴെ വീണ നല്ല രസമായിരിക്കും കാണാൻ. കാത്തു മനുവിനെ ഉളികണ്ണിട്ട് നോക്കി കാശിയോട് പറഞ്ഞു. യൂട്യൂബ് ബ്രൂട്ടസി, ഈ വേടത്തി പറയുന്നത് കേട്ട് നീ എന്നെ ചവിട്ടി താഴെയിടുമെന്ന് ചെയ്യല്ലടാ. ഒന്നുമില്ലേലും ഞാൻ നിന്റെ അനിയനല്ലേ, അത് മറക്കല്ലേ. ജാസ്മിനെ പറഞ്ഞു വിട്ടതേ ഞാൻ പറഞ്ഞിട്ടാ, സമ്മതിച്ചു. മനു 3 പേരെയും നോക്കി ഇളിച്ചു കാണിച്ചു. ആ അങ്ങനെ ചെയ്ത കാര്യം ചെയ്തതെന്ന് തന്നെ പറയണം. അത് ചെറിയ കാര്യമാണെങ്കിലും വലിയ കാര്യമാണെങ്കിലും. ഹോ, ഹരിചന്ദ്രൻ്റെ കൊച്ചുമോൻ. കാശി കേൾക്കാതെ പറഞ്ഞോണ്ട് ചുണ്ടുകൂട്ടി മനു. അത് കേട്ട് ആദ്യം വാപൊത്തി ചിരിച്ചു. കാശി ആദ്യം മിററിലൂടെ നോക്കി കണ്ണടച്ചു. അവളുടെ മുഖം ചുവന്നു തുടുത്തു. അത് കണ്ട് ചിരിയോടെ അവൾ സൈഡിലേക്ക് നീങ്ങി പുറത്തേക്ക് നോക്കിയിരുന്നു. കണ്ണ, നമ്മൾ ഒരുമിച്ച് ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവില്ലേ ഇവനും നമ്മളുമായിട്ട് എന്തോ ബന്ധമുണ്ടെന്ന്? അത് കുഴപ്പമൊന്നുമില്ലേ? മനു, ഇപ്പോൾ കാര്യങ്ങളൊക്കെ ആനന്ദച്ഛനും വസു അച്ഛനും അറിയാമല്ലോ. അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ തന്നെ നമുക്ക് നേരിടാവുന്നതേ ഉള്ളൂ. അതുമാത്രമല്ല, നിയമപ്രകാരം നമ്മളിപ്പോൾ വിവാഹിതരാണ്. അപ്പോൾ പിന്നെ എതിരെ നിൽക്കുന്നവർക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനാവില്ല. കാശി പറയുന്നത് കേട്ട് ചിരിയോടെ മനു ആദിയെയും കാത്തുവിനെയും നോക്കി. അവിടെയും നിറഞ്ഞ പുഞ്ചിരി കണ്ടവൻ അവനെ നോക്കി കണ്ണു ചിമ്മി. എന്താണോ റാമേ ഗീതുവിന് പറ്റിയത്? എന്തിനാ മോൾ അങ്ങനെ ഒരു അവിവേകം കാണിച്ചത്? ഫിലിം ഇൻഡസ്ട്രിയിൽ എന്തെങ്കിലും പ്രോബ്ലം ആണോ? ഗാർഡൻ ഏരിയയിൽ ഇരുന്ന് സംസാരിക്കുകയാണ് ജയറാമും നരനും. അപ്പോഴാണ് നരൻ ഗീതു ആത്മഹത്യ ശ്രമത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. ഡാ, അത് പിന്നെ മോൾക്കൊരാളെ നല്ല ഇഷ്ടമായിരുന്നു. അവളുടെ മനസ്സിൽ അങ്ങനെയൊരു ഇഷ്ടം തോന്നി. പക്ഷേ അയാളെ അത് അറിയിച്ചില്ല. നേരെ വന്ന് പറഞ്ഞത് എന്നോടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അത് നടന്നു കാണണമെന്നൊരാഗ്രഹം തോന്നി. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകൻ തന്നെയാണ് ആള്. ഇത് സംസാരിക്കാൻ തീരുമാനിച്ചുറപ്പിച്ച് തന്നെ ഞാൻ അവരുടെ വീട്ടിലേക്ക് ചെന്നപ്പോഴാണ് അറിയുന്നത് ആ പയ്യന് മറ്റൊരു പെൺകുട്ടിയുമായി അഫെയർ ഉണ്ടായിരുന്നു എന്നും അത് ഫിക്സ് ചെയ്തിരിക്കുകയാണെന്നും. എനിക്കറിയില്ല സത്യം പറഞ്ഞ അവളുടെ മനസ്സിൽ എന്താണെന്ന്. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞാനും നിമ്മിയും. ജയറാം മുഖാമത്തി തുടച്ചുകൊണ്ട് നരനെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചു. നരനും കണ്ണു തുടച്ച് ജയറാമിനെ ആശ്വസിപ്പിച്ചു. ഞാൻ നിന്നോടൊരു കാര്യം പറയാ. ഈ അവസ്ഥയിൽ മോളുടെ മനസ്സിൽ എന്താണെന്ന് അറിയാത്ത സാഹചര്യത്തിൽ പറഞ്ഞ എന്താവുമെന്ന് പോലും അറിയില്ല. എങ്കിലും നിന്നോട് എനിക്ക് എന്തും പറയാലോ. ജയറാം സംശയത്തോടെ നരനെ നോക്കി. എന്താടാ, ആദ്യമായി ആണല്ലോ മുഖവരയൊക്കെ. നമ്മൾ തമ്മിൽ അങ്ങനെയൊക്കെ വേണോ? ജയറാം അങ്ങനെ പറഞ്ഞപ്പോൾ കുറച്ച് ആത്മവിശ്വാസം കിട്ടിയതുപോലെ തോന്നി നരനെ. ഡാ, മറ്റൊന്നുമല്ല, ഗീതുമോളെ ഞങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങളുടെ നീരജിൻ്റെ പെണ്ണായി തന്നേക്കാമോ എന്ന് ചോദിക്കാനായിരുന്നു. നീ മോളുമായി ആലോചിച്ച് പറഞ്ഞാൽ മതി. പെട്ടെന്നൊരു ഉത്തരം പറയേണ്ട. പിന്നെ നീരജിന് പറഞ്ഞു തീരും മുൻപേ ഫോൺ ബെൽ മുഴങ്ങിയതും ജയറാമിനോട് പറഞ്ഞ് നരൻ കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയിലേക്ക് ചേർത്തു. കേട്ടതൊരുപാട് സന്തോഷമുള്ളതും ഒരിക്കൽ താൻ ആഗ്രഹിച്ച കാര്യവുമാണെങ്കിലും ഗീതുവിൻ്റെ മനസ്സിൽ കാശി തന്നെയാണോ എന്ന ചിന്ത ജയറാമിനെ വിഷമിപ്പിച്ചു.